കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ MLTനെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, മെഡിക്കൽ ലീഗൽ റിപ്പോർട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ആ പോയിൻ്റ് ഡിസ്ക്ലോസർ ഓഫ് ക്രൈം എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങാണ്. അതായത് നമുക്കറിയാം, ഒരു കുടുംബത്തിൽ ഒരു 498 പ്രകാരമുള്ള ഒരു ഫിസിക്കൽ അബ്യൂസ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ടോർച്ചർ ഒരു ഭാര്യയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും അവരെന്ത് ചെയ്യുന്നു? കോടതിയിൽ 498 പ്രകാരം കേസ് ഫയൽ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഫിസിക്കൽ അബ്യൂസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിലേക്കോ നേരിട്ട് അറിയിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ചാർജ് ഷീറ്റിലോ FIRലോ വിറ്റ്നസിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരാൾ ഇതുപോലെ ഒരു പെൺകുട്ടിക്ക് ഫിസിക്കൽ അബ്യൂസ് സംഭവിച്ചു എന്നുള്ളത് മജിസ്ട്രേറ്റിനോ പോലീസിലോ അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അങ്ങനെ അത് അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കൽ അബ്യൂസ് സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതൊരു തെറ്റായ ഒരു ഇൻഫോർമേഷനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ടേംസ് ഇങ്ങനെയാണ് പറയണത്. As per section 39 of the CRPC, a person who becomes aware of the commission of an offence must provide the information to the nearest magistrate or a police officer എന്നാണ് പറയുന്നത്. അപ്പോൾ CRPC 39 പ്രകാരമാണ് ഈ കാര്യം പോലീസ് സ്റ്റേഷനിലോ മജിസ്ട്രേറ്റിലോ അറിയിക്കേണ്ടത്. ഇനിയിപ്പോൾ ഒരു വ്യക്തിയല്ലാതെ ഒരു അപകടം സംഭവിച്ചിട്ട് ഈ പെൺകുട്ടി നേരിട്ട് ഹോസ്പിറ്റലിലേക്കാണ് പോയത് എന്ന് വിചാരിക്കുക. ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഡോക്ടറിന് മനസ്സിലായി ഇതൊരു MLC കേസാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടിയുടെയോ വീട്ടുകാരുടെയോ സമ്മതമില്ലാതെ ഈ കാര്യം എന്ത് ചെയ്യാനായിട്ട് പറ്റും? പോലീസിൽ ഇൻഫോം ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതും പോയിൻ്റാണ്. അതായത് ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് എ ഡോക്ടർ ഡസ് നോട്ട് നീഡ് കോൺസെൻറ്റ് എന്നാണ് പറയുന്നത്. ആ വാക്കിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഡസ് നോട്ട് നീഡ് കോൺസെൻറ്റ്, അതായത് സമ്മതം ആവശ്യമില്ല. ഫ്രം ദ പേഷ്യൻറ്റിൻ്റെ സമ്മതം ആവശ്യമില്ല. അതുപോലെ തന്നെ ഓർ ഹെർ റിലേറ്റീവ്സ്, അതായത് ബന്ധുക്കളുടെയും വേണ്ട. ഫോർ ദ ലാബിലിംഗ് ആൻഡ് ഇൻഫോമിങ് ദി പോലീസ്, അതായത് ഈ കേസ് ഒരു MLC കേസാണെന്ന് ലാബിൽ ചെയ്യുവാനും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യുവാനുമായിട്ട് ഈ പറയുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരുടെയോ സമ്മതം ആർക്കും ആവശ്യമില്ല, പോലീസിനും ഈ ഡോക്ടർക്ക് ആവശ്യമില്ല. അപ്പോൾ ക്രോസ് എക്സാമിനേഷൻ്റെ സമയത്ത് നേരത്തെ പറഞ്ഞ് ഇൻഫോം ചെയ്തിട്ടുള്ള ആളെയും അതുപോലെ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ക്രോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പെൺകുട്ടി ഡോക്ടറിനെ വിറ്റ്നസ് ആക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അയാളെയും കൂടി ക്രോസ് ചെയ്യണം. ചികിത്സിച്ച ഡോക്ടറെ ക്രോസ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ കോടതി അത് അനുവദിച്ച് തരുന്നതായിരിക്കും. സാധാരണ ഒരു വ്യാജ പരാതിയാണ് എന്നുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ആ ചാർജ് ഷീറ്റിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസും ഇല്ല. പെൺകുട്ടി കൊടുത്തിട്ടുള്ള FLS റിപ്പോർട്ടിലും ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവാറില്ല. FIRലും ഈ സംഭവങ്ങൾ ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കെതിരെ ഒരു കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് FLS റിപ്പോർട്ടും FIR റിപ്പോർട്ടും ചാർജ് ഷീറ്റിൻ്റെയും കോപ്പികൾ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് നമുക്ക് കോപ്പി ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ഈ സംഗതി കിട്ടും. ഇത് വായിച്ചിട്ട് മേൽപ്പറഞ്ഞ ഡോക്ടറുടെ മൊഴിയോ കോടതിയിലേക്ക് പോലീസിലേക്ക് അറിയിച്ചിട്ടുള്ള പരിചയക്കാരൻ്റെ മൊഴിയോ അല്ലെങ്കിൽ അവയിലതിൽ വിറ്റ്നസ് ആയിട്ടുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ ചെക്ക് ചെയ്യാം. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കേസ് പൊളിക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.